കത്തോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബും ഡോമിനി. ലാറ്റിൻ, മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം. എല്ലാവരെയും വെർബും ഡോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയും ശിഷ്യന്മാരും കൂടെയുള്ള യാത്രയാണ്. അത് ജെറീക്കോയിൽ നിന്നും തുടർന്ന് മുന്നോട്ട് പോയി ജെറൂസലേമിനെ സമീപിക്കുമ്പോൾ ഒലിവ് മലയ്ക്ക് അടുത്തുള്ള ബെത്സജെ എന്ന ഗ്രാമം, ഇന്നും ആ ഗ്രാമപ്രദേശം അവിടെയുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഈശോ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ കഴുതയെയും കഴുതക്കുട്ടിയെയും കാണും, കെട്ടിയിട്ടിരിക്കുന്നു. അതിനെ അഴിച്ചോണ്ട് വരിക. അഴിച്ചാൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ പറയേണ്ട ഉത്തരവിതാണ്, കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട്. 23-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം, കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തമ്പുരാന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അന്ന് ഈ പറയുന്ന കഴുതയുടെ കാര്യം, കഴുതയും കഴുതക്കുട്ടിയും, അതിന്റെ കാര്യത്തിൽ പോലും സാധാരണ ജീവിതത്തിൽ നിസാരമായ 2 ജീവികൾ, അതിന്റെ കാര്യത്തിൽ പോലും തമ്പുരാന് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. തമ്പുരാന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. യു ആർ ഇമ്പോർട്ടന്റ്. നീ വളരെ പ്രധാനപ്പെട്ട ആളാണ്. തമ്പുരാൻ അതാ പറയുന്നത്. സാധാരണഗതിയിൽ പറയുന്നൊരു വാചകമുണ്ട്, ഓരോ കുഞ്ഞിലും ഓരോ വ്യക്തിയിലും തമ്പുരാൻ ഒരു വലിയ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് വിടുന്ന ഒരു വ്യക്തിയെയും തമ്പുരാൻ ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതെ, ലക്ഷ്യമില്ലാതെ വിടില്ല. എന്തെങ്കിലും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. തമ്പുരാന് ആവശ്യമുണ്ട്. കൃത്യമായ ഉദ്ദേശത്തോടെ, കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഓരോ വ്യക്തിയെയും ഈ ഭൂമിയിലേക്ക് വിടുന്നത്. തമ്പുരാന് നിന്നെക്കൊണ്ട് ആവശ്യം ഉണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ഒരു സിനിമയുണ്ട്, താരേ സമീൻ പർ. അമീർ ഖാന പ്രധാന നടനായിട്ട് വരുന്നത്. ഒരു കുടുംബം, അതിൽ 2 മക്കള്. മൂത്തവൻ മിടുക്കൻ, ഇളയവനാണ് പ്രശ്നം. അവന് ലേണിംഗ് ഡിസബിലിറ്റിയാണ്. പക്ഷെ ഇത് മനസ്സിലാകുന്നില്ല. മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, സ്കൂളിലെ അധ്യാപകർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനെ പഠിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നില്ല. പലതിലും അവൻ തോറ്റുപോകുക. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വാക്കിന്റെയും അക്ഷരം കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. സ്പെല്ലിങ് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അവൻ പറയുന്നത് ആൽഫബറ്റ്സ് ആർ ഡാൻസിങ് എന്നാണ്. ശരിയാ, അവൻ നോക്കുമ്പം ഈ അക്ഷരങ്ങൾ ഡാൻസ് ചെയ്യുകയാണ്, തലതിരിഞ്ഞ് ഡാൻസ് ചെയ്യുക. അതുകൊണ്ട് ഒരു വാക്കിന്റെയും സ്പെല്ലിംഗ്, അക്ഷരങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അവന് ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ എന്നാണ് ഈ പറയുന്ന രോഗത്തിന്റെ തന്നെ പേര്. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ മാതാപിതാക്കൾ അവനെ ഇരുന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, മടുക്കുമ്പം തല്ലുന്നു, ശിക്ഷിക്കുന്നു. അധ്യാപകർ ഇവനെ കൊണ്ട് മടുക്കുന്നു. പോരാ, ഇതിനനുസരിച്ച് ഇവന് വേറെ കുസൃതികളും വഴക്കുകളും ആകുന്നു. അവസാനം എന്താണ്, ഇവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഇവനെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ നിർത്തുക. ഹോസ്റ്റലിലേക്ക് പോകുന്ന ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ചേട്ടൻ വീട്ടിൽ നിന്ന് പഠിക്കുക, അപ്പന്റെയും അമ്മയുടെയും അടുത്തു നിന്ന് അകലെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ ഹൃദയം തകരുക, ഒറ്റപ്പെടുക അവന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്കൂളിൽ പുതുതായിട്ട് വന്ന ഡ്രോയിങ് മാസ്റ്റർ അമീർ ഖാൻ. അവന് ഈ വിഷയം, അതായത് ഈ പറയുന്ന കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റി പഠിച്ചിട്ടുള്ള അധ്യാപകനായിരുന്നു. അവൻ ഇവർക്ക് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കാണ് ഇവനെ തിരിച്ചറിയുന്നത്. പോരാ, ഇവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്, നേരെ ഇവന്റെ പേരൻസിന്, മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയിട്ട് ഇവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഏതാണ് ഇവന്റെ ഏറ്റവും വലിയ കഴിവ്, ഇവന്റെ സ്ട്രെങ്ത്, ഇവന്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അമ്മ എടുത്തുകൊണ്ട് വരുന്നു ഇവൻ വരച്ചിരുന്ന നോട്ട് പുസ്തകങ്ങളിൽ വരച്ചിരുന്ന പടങ്ങൾ. ഹി വാസ് എ ഗുഡ് പെയിന്റർ, നല്ല ഒരു വരക്കാരൻ, ചിത്രകാരനായിരുന്നു. ഇത് കണ്ടപ്പോഴേ അമീർ ഖാൻ എന്തൊക്കെയാ,
എന്നിട്ടോ തിരിച്ചു വന്നിട്ട് ഇവനെടുക്കുന്ന ക്ലാസ്സിൽ, ഈ അധ്യാപകൻ എടുക്കുന്ന ക്ലാസ്സിൽ പറയുന്നത്, ഈ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നിട്ട് പോലും ജീവിതത്തിൽ വലിയ നിലയിലേക്ക് കയറിപ്പോയ മനുഷ്യരുടെ കഥകളാണ് ഇവർ പറഞ്ഞത്. അത് ഇവന് മോട്ടിവേഷനാണ്. എന്നിട്ട് ഇവനെ എങ്ങനെ ഇവന്റെ ഏറ്റവും നല്ല കഴിവായ ഈ പെയിന്റിങ്ങിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക, ഒപ്പം ബാക്കിയുള്ള വിഷയങ്ങളിൽ കൂടെ മെച്ചപ്പെടുത്താനുള്ള വഴികളും. അവസാനം അവിടെ ആ വർഷത്തിന്റെ അവസാനം ആ ഗ്രാമത്തിൽ ഉടനീളം നടക്കുന്ന വലിയ ഒരു മത്സരമുണ്ട്. സ്കൂളിലും പരിസരത്തുള്ളവർക്ക് എന്താണ്? പെയിന്റിംഗ് മത്സരം. ആ പെയിന്റിംഗ് മത്സരത്തിൽ 1ാം സ്ഥാനത്ത് വരുന്നത് ഈ കുട്ടിയാണ്. 2ാം സ്ഥാനമോ ഇവന്റെ ഡ്രോയിങ് മാസ്റ്റർ അമീർ ഖാൻ. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. എത്ര നിസ്സാര വ്യക്തിയാണെങ്കിലും, എത്ര കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും, എത്ര ബലഹീനതയുള്ള വ്യക്തിയാണെങ്കിലും സംശയമൊന്നും വേണ്ട, തമ്പുരാന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് തമ്പുരാൻ നിന്നെ ഈ ജീവിതത്തിലേക്ക് നിന്റെ എല്ലാ പരിമിതികളോടും കൂടി വിട്ടിരിക്കുന്നത്. ആ കഴിവ് തിരിച്ചറിയുക. തമ്പുരാൻ എന്തിനാണ് എന്നെ വിട്ടിരിക്കുന്നത്? ഏതാണ് എന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയ നന്മ, വലിയ നിധി, വലിയ കഴിവ്, വലിയ ടാലന്റ്? അതേതാണെന്നറിയുക. അതാണ് തമ്പുരാന് നിന്നെക്കൊണ്ട് ആവശ്യമുള്ള തലം. ഇത് ശരിക്കു പറഞ്ഞാല് ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ, ഓരോ അപ്പനും അമ്മയും അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കണ്ടെത്താൻ സഹായിക്കേണ്ടതും, അധ്യാപകര് കുട്ടികളുടെ കാര്യത്തിൽ കണ്ടെത്താൻ സഹായിക്കേണ്ടതും, ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തിൽ കണ്ടെത്തേണ്ടതുമാണ്. തമ്പുരാന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് തിരിച്ചറിയുക, ആ മേഖലയും തിരിച്ചറിയുക. അപ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഇവിടെ പ്രത്യേകം ഓർക്കണം. അതായത് ഈശോ പറയുന്നത്, അഴിച്ചോണ്ട് പോരുമ്പം അവരഴിക്കുമ്പം ചോദിക്കുമ്പോൾ എന്നാ പറയണം? കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. എന്റെ കാര്യത്തിൽ അതാ, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരു പടിയുടെ കടന്നാല് എന്താണ്? തമ്പുരാൻ ഇത് നേരിട്ടെന്ന് പറയുകയല്ല. ഈ പറച്ചിൽ പറയേണ്ടത് നമ്മള് മനുഷ്യരിലൂടെയാണ് തമ്പുരാൻ ഇന്ന് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരോട് നമുക്ക് കൊടുക്കേണ്ട സന്ദേശം ഇതാണ്: തമ്പുരാന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. പോരാ, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. യു ആർ ഇമ്പോർട്ടന്റ് ടു മീ. എനിക്ക് നീ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു ജീവിത സന്ദേശം കൈമാറുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. എത്ര വലിയ ചെറിയ മനുഷ്യനാണെങ്കിലും യു ആർ ഇമ്പോർട്ടന്റ് ടു മീ. നീ എനിക്ക് പ്രധാനപ്പെട്ട വ്യക്തിയാണ്, നീ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു അനുഭവം കൈമാറാൻ പറ്റിയാൽ എന്താണ്? ആ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതും തൃപ്തിയുള്ളതും ഏറ്റവും സന്തോഷകരമായ ജീവിതമായി മാറുകയല്ലേ. ഞാനൊരു സംഭവം പറയാം. വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് പുറകിൽ നടന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ജോർജ് കുറ്റിക്കലച്ചൻ കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയാത്തവരാരും കാണുകയല്ല. എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ, ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ MCBS അച്ഛനാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നതിൽ വലിയ സിദ്ധിയുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കരുത്താർച്ച് നിൽക്കുന്നത് ആകാശപ്പറവകളുടെ കൂട്ടുകാര്, FBA, ഫ്രണ്ട്സ് ഓഫ് ദ ബേർഡ്സ് ഓഫ് ദി എയർ. ഇത് തുടങ്ങി വരുന്ന കാലം. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം തുടങ്ങാനുണ്ടായ കാരണം, ഇദ്ദേഹം നോക്കിയപ്പം കത്തോലിക്ക സഭയിൽ എല്ലാ ആൾക്കാരെയും നോക്കാനുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. വികലാംഗരെ നോക്കാനായിട്ട് അതിനുള്ള സ്ഥാപനങ്ങളുണ്ട്, ബുദ്ധിമാന്യം സംഭവിച്ചവരെ നോക്കാനുള്ള സ്ഥാപനങ്ങളുണ്ട്, പ്രായമുള്ള വൃദ്ധരെ നോക്കാനുണ്ട്, അനാഥ കുട്ടികളെ നോക്കാനുണ്ട്. പക്ഷെ ധർമ്മക്കാരെ, ഇവരെ നോക്കാൻ ആരുമില്ലല്ലോ. ഈ ഒരു ഉത്കണ്ഠയിൽ ഇയാൾ തുടങ്ങിയതാണ് ഈ ആകാശപ്പറവകളെ പോലെ ധർമ്മക്കാര്. ഒരിടത്തും ഇടവില്ല, പറന്ന് പോവാ അവരുടെ കൂട്ടുകാർ. അങ്ങനെ ഇത് തുടങ്ങി വരുന്ന കാലത്ത് ഇദ്ദേഹം ആദ്യം ചെയ്തിരുന്നത്, ഒരു സ്ഥലത്ത് പോയാൽ ഈ പറയുന്ന ധർമ്മക്കാരെ ഒരുമിച്ച് കൂട്ടിയൊരു നവീകരണ ധ്യാനം കൊടുക്കും. എന്നിട്ടാണ് ഇവരുടെ നവീകരണവും റീഹാബിലിറ്റേഷൻ തുടങ്ങുന്നത്. അങ്ങനെ പാലായിൽ ഇവർക്കൊരു ധ്യാനം സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ച് ഇദ്ദേഹം ചെന്നു. എങ്ങനെയാണ് ധർമ്മക്കാരെ ധ്യാനത്തിന് വിളിക്കാൻ പറ്റുന്നത്? പള്ളി വിളിച്ചു പറഞ്ഞാൽ ഇവർ വരുമോ? കാരണം പള്ളിയിൽ ഇവർ വല്ല പെരുന്നാളിനും വരുമെന്നല്ലാതെ, അതും വന്നാൽ പുറത്തിരിക്കുമെന്നല്ലാതെ എങ്ങനെയാ ഇവരെ അറിയിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്കൊരു ഐഡിയ കിട്ടിയത്, അവിടെ അന്ന് ഉച്ചയ്ക്ക് ആർക്കും ധർമ്മക്കഞ്ഞി കൊടുക്കുന്ന ഒരു ഭവനമുണ്ട്, മണർകാട് വാപ്പന്റെ.
അവിടെ യഥാർത്ഥ ധർമ്മക്കാരെല്ലാം വരുമെന്നറിയും. അതുകൊണ്ട് എന്നാ ചെയ്തു, കുറ്റിക്കലച്ചൻ കൃത്യമായിട്ട് അവിടേക്ക് പോയെന്ന് മാത്രമല്ല 12 മണിക്കാണ് കഞ്ഞി കൊടുക്കുന്നത്. 12 മണിക്ക് ധർമ്മക്കാര് കഞ്ഞിക്കായിട്ട് അവിടെ മൺപാത്രമാണ് വെച്ചിരുന്നത്. അതും എടുത്തുകൊണ്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ അച്ഛനും പോയി കഴിഞ്ഞു. ധർമ്മക്കാരെ നോക്കിയപ്പോൾ തേണ്ട ഒരച്ഛൻ നമ്മുടെ കൂടെ. ആദ്യമായിട്ടാ ഒരച്ഛനെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത്. ചിലർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. തൊട്ടു നോക്കി ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ. കഞ്ഞി മേടിച്ചു കഴിഞ്ഞ് അച്ഛൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു, കഞ്ഞി കുടിക്കാൻ. അവരെല്ലാവരും ചുറ്റും കൂടി. കാരണം ഒരച്ഛന്റെ കൂടെ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മക്കാരനെ സംബന്ധിച്ച് സ്വർഗം കിട്ടിയ വാശിയല്ലേ. കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് മാറി പോണില്ല. അപ്പൊ അച്ഛൻ കുശല ചർച്ചകൾ തുടങ്ങി. വീടെവിടാ, നാടെവിടാ, വീടും നാടും അഡ്രസ്സും ഒന്നും ഉണ്ടെങ്കിൽ ഈ പണിക്ക് വരികയല്ലോ ചോദിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സമ്മതിച്ചു. അച്ഛൻ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന വളർന്നു. അവസാനം പ്രാർത്ഥന ഒരു തരത്തിൽ അവസാനിച്ചു. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കുറ്റിക്കലച്ചൻ അടുത്തുനിന്ന് ധർമ്മക്കാരനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു. അവന് സ്വർഗം കിട്ടിയ വാശിയായി. ആദ്യമായിട്ട് അവർ ഉമ്മ കിട്ടുന്നത്. അത് കഴിഞ്ഞ് അടുത്തവനെ കൊടുത്തു. അങ്ങനെ ഉമ്മ കൊടുത്ത് മുന്നോട്ട് പോയിട്ട് ഉമ്മ കൊടുത്തിട്ടൊന്നും തീരുന്നില്ല. കാരണം എന്നാ, ഒരു പ്രാവശ്യം ഉമ്മ കൊടുത്തിട്ട് മേടിച്ചിട്ട് പോയവൻ പിന്നെയും അടുത്ത റൗണ്ടിന് വരിക. അങ്ങനെ അത് അവസാനിച്ച ഒരു തരത്തിൽ. അച്ഛൻ പറഞ്ഞ അടുത്ത ആഴ്ച നമ്മൾ ടൗൺ ഹാളിൽ വെച്ചൊരു ധ്യാനം നടക്കുന്നു. എല്ലാവരും വരണം, പരിചയക്കാരെ വിളിച്ചോണ്ട് വരണം. ഞായറാഴ്ച നേരം പുലർന്നപ്പോൾ എന്താണ്, ആ ടൗൺ ഹാളും പരിസരവും നിറയെ ധർമ്മക്കാര്. എന്താ സംഭവിച്ചത്? പോയവര് അവരുടെ പരിചയത്തിലോ മുൻപരിചയത്തിലോ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചോണ്ട് വന്നിരിക്കുക. എന്നിട്ട് വിളിച്ചപ്പം പറഞ്ഞത് എന്താണ്, കുറ്റിക്കലച്ചന്റെ ധ്യാനം. അവരതിന് പേര് കൊടുത്തു, കുറ്റിക്കലച്ചന്റെ ഉമ്മധ്യാനത്തില് പങ്കെടുക്കാനാ വിളിച്ചോണ്ട് വന്നത്. ആള് കൂടിയത്. യു ആർ ഇമ്പോർട്ടന്റ് ടു മീ. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രധാനപ്പെട്ടവനാണ്. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ ഒരു അനുഭവം എന്റെ മുമ്പിൽ വരുന്നവനൊക്കെ കൈമാറാൻ പറ്റുമ്പോഴാണ് അവന്റെ ജീവിതം മനോഹരമാകുന്നത്, ജീവിതം തൃപ്തികരമാകുന്നത്. ഇതാണ് ഈശോ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്നത്. മകളെ, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പോരാ, നീ നിന്റെ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും കൈമാറേണ്ടത് ഇത് തന്നെയാണ്. നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ ഹോശാന യാത്ര ജെറൂസലത്തേക്കുള്ളത് ഞങ്ങളിന്ന് അനുസ്മരിക്കുന്നു. നീ ഞങ്ങളോട് പറഞ്ഞു തരുന്ന ഈ തിരുവചനം, കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട്. നീ ഇതെന്നോട് ഇന്ന് പറയുന്നു, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, തമ്പുരാന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈശോയെ, ഈ അനുഭവം എന്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ബോധ്യമാക്കി മാറ്റണമേ. തമ്പുരാന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അതോടൊപ്പം ഈശോയെ, എന്നെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഈ ജീവിത സന്ദേശം കൈമാറാൻ, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള സന്ദേശം കൊടുക്കാൻ, അതിന്റെ വാക്കിലും പ്രവൃത്തിയിലൂടെ കൊടുക്കാനുള്ള കൃപ തരണമേ. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ സന്തോഷമുള്ള ജീവിതമാക്കി, സമാധാനമുള്ള ജീവിതമാക്കി മാറ്റാനുള്ള കൃപ എനിക്ക് നീ തരണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. ഒത്തിരി നാടകീയതയുള്ള ഒന്നാണ് യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. ബഥാനിയയിൽ നിന്ന് 12 ശിഷ്യന്മാരെ മാത്രം കൂട്ടി യാത്രയാകുന്ന യേശു ജെറുസലേമിൽ എത്തിച്ചേരുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ കേൾക്കുവാനായിട്ട് എത്തുകയാണ്. പെസഹ തിരുനാൾ ദിനങ്ങളിൽ ജെറുസലേമിൽ എത്തുക, അതായിരുന്നു അവന്റെ യാത്രയുടെ ഉദ്ദേശ്യം. യോഹന്നാൻ പറയുന്നുണ്ട്, ഈശോയുടെ പരസ്യജീവിതകാലത്ത്
അവിടുന്ന് 3 പ്രാവശ്യം പെസഹ തിരുനാളിൽ സംബന്ധിക്കുവാനായിട്ട് ജെറുസലേമിലേക്ക് പോയി എന്ന്. ഇത് 3ാമത്തേതും അവസാനത്തേതുമായ പെസഹ ആഘോഷമാണ്. ലോകമെമ്പാടുമുള്ള യഹൂദർ പെസഹ നാളുകളിൽ ജെറുസലേമിൽ ഒന്നിച്ചു ചേരും. വലിയൊരു ജനസമുദ്രം അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സന്ദർഭത്തിൽ തന്നെ അവിടുന്ന് ജെറുസലേമിൽ എത്തിയത് വളരെ ബോധപൂർവമാണ്. റോമ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ അസംതൃപ്തരായിരുന്ന ജനം തങ്ങളുടെ നാടിനെ രക്ഷിക്കുവാനായിട്ട് രക്ഷകൻ എത്തുമെന്ന് കരുതിയിരിക്കുന്ന സന്ദർഭം. ശിമോൻ മക്കബേയുസിനെ പോലെ സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തെ രക്ഷിക്കുവാനായിട്ട് തുനിഞ്ഞ് പുറപ്പെട്ട ആളുകളുണ്ട്. ആ വിപ്ലവം പരാജയപ്പെട്ടു എങ്കിലും യഹൂദന്റെ ആത്മവീര്യം ഉണർത്തിയ ഒന്നായിരുന്നു മക്കബേയുസിന്റെ വിപ്ലവം. ശമോനെയും അന്ന് ജനം ഇതുപോലെ ആർപ്പുവിളിയോടുകൂടിയാണ് സ്വീകരിച്ചത്. ഈന്തപ്പനയുടെ കൊമ്പുകളൊക്കെ ഉയർത്തി അവര് സാഘോഷം അവനെ സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ശമോനിൽ അർപ്പിച്ചതിലും വലിയ വിശ്വാസം ജനക്കൂട്ടം യേശുവിൽ അർപ്പിക്കുകയാണ്. ശമോന് ആയുധമെടുത്ത് പോരാടേണ്ടി വന്നു എങ്കിൽ യേശുവിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്തെന്നും അത്ഭുതങ്ങളാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ജെറുസലേമിലേക്ക് വരുന്ന വഴിക്ക് തന്നെ അവർ നേരിട്ട് കാണുകയുണ്ടായി ബർത്തിമേയുസിനെ അവിടുന്ന് സുഖപ്പെടുത്തുന്നത്. ജനം നോക്കിയപ്പോൾ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെ യേശുവിനെ അവര് കാണുന്നു. സാധുക്കളോട് കരുണ കാണിക്കുന്നവൻ, നെറികെട്ട നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവൻ, യഹൂദ പ്രമാണികളെ നഖശിഖാന്തം എതിർക്കുന്ന വ്യക്തി, പാപികളോട് അലിവുള്ളവൻ, തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്തു തരാൻ പ്രാപ്തനായ ഒരാളെ യേശുവില് അവർ കാണുകയാണ്. വിശന്നാൽ അവൻ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കും, രോഗം വന്നാൽ രോഗം സുഖപ്പെടുത്തും, എന്തിനേറെ മരിച്ചവരെ പോലും അവന് ഉയർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാള് തങ്ങൾക്ക് രാജാവായി കിട്ടുന്നതിൽ അവർ വളരെയധികം സന്തോഷിക്കുകയാണ്. രാഷ്ട്രീയവും സാമ്പത്തികവും മതപരവുമായ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുവാനായിട്ട് വന്ന വലിയ വ്യക്തിയായിട്ട് അവർ യേശുവിനെ കാണുകയാണ്. തങ്ങളുടെ പ്രവചന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന് ഒരു രക്ഷകൻ അവതരിക്കും എന്ന്. അപ്പോൾ ആ രക്ഷകനെ യേശുവില് ജനക്കൂട്ടം കാണുകയാണ്. തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ പിടിക്കുവാൻ ദാവീദ് രാജാവിനെ പോലെ പ്രാഭവമുള്ള ഒരു വ്യക്തിയായിട്ട് യേശുവിനെ അവർ കാണുന്നു. അവരുടെ പ്രതീക്ഷയുടെയും ആഹ്ലാദത്തിന്റെയും എല്ലാം ഉത്സവമാണ് ഓശാന. അനേക കണ്ഠങ്ങൾ ഏറ്റുപാടുകയാണ് ഓശാന. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളുടെ സഹായത്തിനായി വരണമേ എന്നാണ്. അപ്പോ അന്നത്തെ രീതിക്കനുസരിച്ച് മഹത് വ്യക്തികളെ സ്വീകരിക്കുന്നത് പോലെ യേശുവിനെയും അവർ സ്വീകരിക്കുകയാണ്. അന്ന് വലിയ ആളുകളെയൊക്കെ ഇങ്ങനെ ആഘോഷമായിട്ട് കഴുതപ്പുറത്ത് കുതിരപ്പുറത്ത് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. യേശു കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു ആഘോഷത്തിന് പങ്കുചേരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, തന്റെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു എന്ന്. അവൻ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു കഴുതക്കുട്ടിയെ അവര് കൊണ്ടുവരുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പ്രതീക ഭംഗിയുള്ള അനേകം കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് ജെറുസലേം. മത അധികാരവും രാജകീയ അധികാരവും ഒത്തുചേരുന്ന സ്ഥലമാണ് ജെറുസലേം. യേശുവിനോട് വലിയ ശത്രുത പുലർത്തിയിരുന്ന ഒരു സ്ഥലമാണത്. അവിടെയുള്ള ആളുകള്, മതപണ്ഡിതന്മാര്, നിയമജ്ഞര് യേശുവിനെ തിരിച്ചറിയാതെ പോകുമ്പോൾ സാധാരണക്കാരായ ആളുകള് അവന്റെ മഹത്വത്തെ വാഴ്ത്തി പാടുകയാണ്, അവനെ രക്ഷകനായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രവചന പൂർത്തീകരണത്തിന്റെ ഭാഗം കൂടെയാണ്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സിയോൻ പുത്രിയോട് പറയുക,
ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുക്കിലേക്ക് വരുന്നു. യേശുവിന്റെ രാജത്വത്തിന്റെ പ്രതീകമാണ് ഇത്. പക്ഷേ സാധാരണ രാജാക്കന്മാരെ പോലെ അല്ല, അവൻ വ്യത്യസ്തനായ ഒരു രാജാവാണ്. അവന്റെ രാജ്യം ഐഹികമായ ഒന്നല്ല. അവൻ മനുഷ്യ ഹൃദയങ്ങളെ ഭരിക്കുവാനിരിക്കുന്ന രാജാവാണ്. ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ കയറുന്നു. ഇണങ്ങിയ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കഴുതക്കുട്ടി, അതാണ് ഇവിടെ വിവക്ഷ. തന്റെ കഴുതയെ മുന്തിരിവള്ളിയിൽ കെട്ടിയിടും എന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 10-11 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടെയാണിത്. രാജാധിരാജനായ അവന്റെ ആധിപത്യത്തിന് കീഴിൽ എല്ലാ ജനതകളും ഒത്തുചേരണം. രാജാക്കന്മാർ യുദ്ധകാലത്ത് കുതിരപ്പുറത്തും സമാധാനകാലത്ത് കഴുതപ്പുറത്തുമാണ് സഞ്ചരിക്കുക. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്ന ഇതാണ്: യേശു രാജാവാണ്, അവൻ വിപ്ലവകാരിയാണ്. പക്ഷേ തോക്കൻ കുഴലിലൂടെ വിപ്ലവം കൊണ്ടുവരുന്ന വ്യക്തിയല്ല അവൻ. മറ്റുള്ളവരുടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സ്വന്തം രക്തം കൊടുത്ത് അവൻ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് വന്നവനാണ്. യുദ്ധവീരന്റെ ഗർവോടെയല്ല അവൻ വരുന്നത്, വിനീതനും ശാന്തനുമായിട്ടാണ്. കഴുത എന്ന് പറയുന്നത് നിന്ദ്യവും നിസാരവുമായ ഒരു മൃഗമാണ്. പക്ഷേ യേശു പറയുന്നു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ ആരും നിസാരരായ വ്യക്തികൾ അല്ല. ഓരോ വ്യക്തിയും ക്രിസ്തു വാഹകരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എനിക്ക് കഴിവില്ല, എനിക്ക് പഠിപ്പില്ല, എനിക്ക് അധികാരമില്ല, എനിക്ക് ആരോഗ്യമില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് അവകാശമില്ല. നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നീ എവിടെയായിരുന്നാലും ക്രിസ്തുവിനെ വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറേണ്ട ആളാണ്. ഹോസാന പാടുന്നതായ കുട്ടികൾ, വക്രതയില്ലാത്ത വ്യക്തികളാണ് കുട്ടികൾ. അവര് താഴ്മയുടെ പ്രതീകമാണ്. അവരെ പോലെ ചെറുതാകുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യമെന്ന് യേശു പറയുകയുണ്ടായല്ലോ. മറ്റൊരു സൂചന കൂടെ ഇവിടെയുണ്ട്. അതായത് കടുകുമണി പോലെ ചെറുതാകുന്ന സഭയുടെ പ്രതീകമാണ് ഇത്. നിരന്തര സ്തുതികളിലൂടെ ദൈവമഹത്വത്തെ സഭ പുകഴ്ത്തുവാനിരിക്കുന്നു. അതിന്റെ ഒരു മുൻ ആസ്വാദനം കൂടെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു കയറുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് രാജാവിന്റെ അവകാശമാണ്. രണ്ട്, കളങ്കമില്ലാത്ത കാഴ്ചയായിരിക്കണം നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബലി അർപ്പിക്കുവാൻ വരുമ്പോൾ ഊനമില്ലാത്ത മൃഗത്തെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴാണ് യേശു ജെറുസലേമിലേക്ക് രാജകീയമായിട്ട് പ്രവേശിക്കുന്നത് എന്നാണ്. ആസന്നമായ മരണത്തിന് തൊട്ട് മുമ്പാണ്. ഹോസാനയിൽ നിന്ന് ദുഃഖവെള്ളിയാഴ്ചയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് 4 ദിനങ്ങൾ മാത്രമാണ്. പക്ഷേ ആ സങ്കട ദിനങ്ങളെ അവൻ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയാണ് എന്ന് നമ്മൾ അറിയുക. മനുഷ്യന്റെ വാഴ്ത്തലും പുകഴ്ത്തലും ഒന്നും കണ്ട് നമ്മൾ ഭ്രമിച്ചു പോകേണ്ട ആളുകളല്ല. ഇന്ന് അവനെ രാജാവാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികള് 4 ദിവസം കഴിയുമ്പോൾ വിളിച്ചു പറയും, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. അപ്പോൾ യേശുവിനെ പോലെ അക്ഷോഭ്യതയോടെ അതിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ജനക്കൂട്ടത്തിന്റെ വികാരങ്ങളാൽ നയിക്കപ്പെടേണ്ട ആളുകളല്ല നമ്മൾ എന്ന് ഓർക്കുക. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് മതപണ്ഡിതന്മാരെ പോലെ നിയമജ്ഞരെ പോലെ അഹന്ത ഉള്ള ആളുകൾക്ക് യേശുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ അഹങ്കാരത്തിന്റെ മൂടുപടങ്ങൾ അഴിച്ചുവെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് യേശുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും ദൈവത്തിന് സ്വീകാര്യരാണ്, പ്രിയങ്കരരാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന
വിളിയിൽ നിന്ന് പിന്മാറുവാനായിട്ടുള്ള ആളുകൾ അല്ല. യേശുവിനെ പോലെ നമ്മൾ സമാധാനത്തിന്റെ രാജാക്കന്മാരായി ജീവിക്കേണ്ട വ്യക്തികളാണ്. ഈ സമാധാനം എന്ന് പറയുന്നത് അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു സമാധാനമല്ല. നേരെ മറിച്ച് യേശുവിനെ പോലെ പിതാവിന്റെ ഹിതത്തിന് കീഴ്വഴങ്ങി താഴ്മയോടെ വിനയാന്വിതരായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനമാണ്. ആ സമാധാനം നൽകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. അത് ദൈവത്തിന്റെ കൃപ സമൃദ്ധമായിട്ട് നമ്മൾ ഓരോരുത്തരുടെ മേലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.